ശ്രീ മുഹമ്മദ് ഫാരിസ്, PMA സലാം EK സമസ്തയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളയാളാണ്. പലപ്പോഴും സമസ്തയ്ക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു, സമസ്ത നേതാക്കളെ വിമർശിക്കുന്നു. ഇതൊക്കെ PMA സലാം നടത്തുന്ന കാര്യമാണ്. അപ്പോൾ ആ സമസ്തയുമായിട്ടൊന്ന് സന്ധി ചെയ്യുക എന്ന ഉദ്ദേശം PMA സലാമിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മതപണ്ഡിതന്മാർ പറയുന്നത് എന്താണോ അതിനേക്കാൾ കടന്നുപോലും സലാം ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് എന്ന് ലീഗുകാർ പോലും, ലീഗ് അനുഭാവികൾ പോലും രഹസ്യമായിട്ട് പറയുന്നുണ്ട്. പരസ്യമായി ഇക്കാര്യത്തിൽ സലാമിനെ തള്ളാനോ കൊള്ളാനോ അവർ തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ചില നേതാക്കൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയേക്കാം. ഇന്ന് തന്നെ അവരുടെ ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF ഇക്കാര്യത്തിൽ നിലപാട് പറയുകയുണ്ടായി, ഞങ്ങൾ സലാമിന്റെ പക്ഷത്തല്ല എന്ന്. പക്ഷെ നിങ്ങൾക്ക് സമസ്തയ്ക്ക് ഇത് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ ശ്രീ മുഹമ്മദ് ഫാരിസ്. ഇവിടെ ചർച്ച തുടങ്ങുന്ന സമയത്ത് ആ വീഡിയോ പ്രദർശിപ്പിച്ചിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞത് സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്നൊരു കാര്യമാണ്. അതിന്റെ ശേഷം പറഞ്ഞു ജെൻഡർ ഇക്വാലിറ്റി അല്ല, ജെൻഡർ ജസ്റ്റിസ് ആണ്, സാമൂഹ്യ നീതിയാണ് വേണ്ടത് എന്ന്. അപ്പൊ ഈ ചർച്ച ഒരുപാട് കാലമായി കേരളത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഇനിയും നടക്കും. നമുക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് പോകാം. അപ്പൊ ചക്കയും മാങ്ങയും തുല്യമല്ല എന്ന് പറഞ്ഞാല് അത് ചക്കയോടുള്ള വിരോധമോ മാങ്ങയോടുള്ള വിരോധമോ അല്ല. സ്ത്രീയും പുരുഷനും നമുക്കറിയാം ബയോളജിക്കലി തുല്യരല്ല, സൈക്കോളജിക്കലി തുല്യരല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ എന്താണ് വേണ്ടത് ഇപ്പൊ നിയമത്തിന്റെ മുമ്പിലുള്ള തുല്യതയ്ക്ക് വേണ്ടി നമ്മളൊക്കെ സംസാരിക്കും, ഇക്വാലിറ്റി ബിഫോർ ലോ. പക്ഷെ ഇതേ നിയമത്തിൽ തന്നെ വിക്ടിം സ്ത്രീ ആണെങ്കിൽ പേര് വെളിപ്പെടുത്താൻ പാടില്ല. അതിനൊന്നും നമ്മളെ എതിർക്കുകയല്ല, നമ്മൾ അതിനൊക്കെ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. ഇത്തരത്തിലുള്ള നിയമത്തിനകത്ത് തന്നെ സ്ത്രീക്ക് പ്രത്യേക പരിഗണന, പുരുഷന് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിയമത്തിൽ ഉണ്ടാകുമ്പോൾ നിയമത്തിന്റെ മുമ്പിലുള്ള തുല്യതയ്ക്ക് വേണ്ടി നമ്മളൊക്കെ സംസാരിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ട് വാക്കുകളുടെ അർത്ഥം ഡിക്ഷണറി മീനിങ് കിട്ടിയാൽ തന്നെ ക്ലിയർ ആവുന്ന ഒരു കാര്യമാണത്, ഡിസ്ക്രിമിനേഷനും സെഗ്രിഗേഷനും. ഇപ്പോ എല്ലാ സെഗ്രിഗേഷനും ഡിസ്ക്രിമിനേഷൻ അല്ല എന്നതാണ് അടിസ്ഥാനപരമായ ഒരു പോയിന്റ്. ഇവിടെ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞു, സ്ത്രീകൾക്ക് ബാത്റൂം ടോയ്ലറ്റ്സ് സെപ്പറേറ്റ് ഉണ്ടല്ലോ. ഇതൊരിക്കലും ഡിസ്ക്രിമിനേഷൻ അല്ല, അത് സെഗ്രിഗേഷൻ ആണ്. സെഗ്രിഗേഷനെ ഡിസ്ക്രിമിനേഷനായി കാണുന്ന ഒരു പ്രവണത നമുക്കിടയിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന് പറയുമ്പോൾ അത് ഫാക്ട് ആണല്ലോ. ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യം, ഒരു ജീവശാസ്ത്രപരമായിട്ട് സലാം ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല, അതെല്ലാവർക്കും അറിയാം. സലാം പറഞ്ഞ ജീവശാസ്ത്രപരമായ കാര്യങ്ങളല്ലല്ലോ, അതും ഇതുമായിട്ട് കൂട്ടിക്കുഴച്ചിരുന്നു അദ്ദേഹം. ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമായ മൂത്രപ്പുരകളാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ തുല്യതയുടെ കാര്യത്തിൽ സ്ത്രീയും പുരുഷനും തുല്യതയല്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ അവിടെ അദ്ദേഹം പറയാൻ മടിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം വിശദീകരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ തുല്യതയും അതുപോലെ ലിംഗ നീതിയും ലിംഗസമത്വവും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് അദ്ദേഹം കൊണ്ട് വിശദീകരിക്കുന്നുമില്ല. അദ്ദേഹം പറയുന്നു ലീഗിന്റെ നിലപാട് എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയാണെന്നാണ് പറയുന്നത്. അത് ഈ തുല്യതയ്ക്കുള്ള അവകാശം തന്നെയല്ലേ? സ്ത്രീക്കും തുല്യത അവകാശം നൽകുക എന്നുള്ളത് തന്നെയല്ലേ? അപ്പോൾ ലീഗ് ഒരേ സമയത്ത് രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടുകയാണെന്നാണ് പുറത്തേക്ക് കിട്ടുന്ന സൂചനകൾ. നമ്മൾ അംഗീകരിക്കുന്നു, രാജ്യത്തെ എല്ലാ പൗരനും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്നുള്ളത്. എന്താണോ രാജ്യത്തെ നിയമം അത് എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ ചില നിയമങ്ങൾ സ്ത്രീകൾക്ക് ഇളവുകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ, വ്യത്യസ്തതകളുണ്ട്. സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെയാണ്, പുരുഷനാണെങ്കിൽ ഇങ്ങനെയാണ്. ആ വ്യത്യസ്തതകൾ നിലനിൽക്കുന്ന ആ നിയമത്തെ രണ്ടുപേരും അംഗീകരിക്കുന്നു എന്നതാണ്. ആ നിയമം അതുപോലെ തന്നെ നടപ്പിലാക്കണം എന്നതാണ് നിയമത്തിന്റെ മുമ്പിലുള്ള തുല്യത എന്ന് പറയുന്നത്. ഇപ്പോ നമുക്കറിയാം, ഞാൻ പറയുന്ന ഉദാഹരണം ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാം. അപ്പോ ഒരു നാട്ടിലെ പ്രൈം മിനിസ്റ്റർക്ക് കൊടുക്കുന്ന സെക്യൂരിറ്റി നമ്മൾ ഒരിക്കലും സാധാരണക്കാരന് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് തുല്യതയ്ക്കെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മുറവിളി കൂട്ടോ? ഇല്ല. ഇവിടെ ഡെമോക്രസി നടക്കണമെങ്കിൽ ദ പ്രൈം മിനിസ്റ്റർ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്, ആൾക്ക് കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കണം. അപ്പൊ ഈ തുല്യത എന്ന് പറയുന്നത് എല്ലായിടത്തും കൊണ്ടുവന്ന് ഒരു സമത്തിനപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് തർക്കിക്കാനുള്ള ഒരു കാര്യമല്ല. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുമ്പോൾ തന്നെ പ്രധാനമന്ത്രിക്ക് കൂടുതൽ സെക്യൂരിറ്റി നമ്മൾ കൊടുക്കും, പൗരന് ആ സെക്യൂരിറ്റി കൊടുക്കില്ല. പക്ഷേ ഫാരിസ്, എനിക്കൊരു സംശയം എന്ന് പറയുന്നത് ലീഗിന്റെ ഈ നേതാവ്, ലീഗ് ജനറൽ സെക്രട്ടറി പറയുന്നത് ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കുന്നതിലുള്ള പ്രശ്നം, അതായത് കാന്തപുരം AP അബൂബക്കർ മുസലിയാർ അവരുടെ AP സമസ്തയുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. മുമ്പും അവരുടെ നിലപാട് അത് തന്നെയായിരുന്നു. ഇതിനോടൊക്കെ യോജിച്ചു പോകുന്ന ഒരു നിലപാടാണ് ഇന്ന് PMA സലാം പറഞ്ഞിരിക്കുന്നത് എന്ന് രണ്ട് ചിന്ത അക്കാര്യത്തിൽ വേണ്ട. അത് തന്നെയാണ് സലാം ഉദ്ദേശിക്കുന്നത്. പക്ഷെ സലാം പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ, പറയുമ്പോൾ ചില മിതത്വം, പക്ഷെ ആ മിതത്വം പോലും അദ്ദേഹത്തിന് ഉണ്ടായില്ല. അദ്ദേഹം തുറന്നങ്ങ് പറയുകയാണ് സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന്. അതിനെ നമ്മൾ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കണം? നമ്മൾ ഈ ജീവശാസ്ത്രപരമായ കാര്യം മാത്രം അവിടെ നോക്കിയാൽ മതിയോ? ലീഗിന്റെ നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരിക്കുന്നതിലുള്ള പ്രശ്നം, വേദികൾ പങ്കിടുന്നതിലെ പ്രശ്നം, ഇതെല്ലാം അതിനകത്തുണ്ട്. ശ്രീ ഫാരിസ്, ലീഗ് ഇതുവരെ പുരോഗമനവാദമൊക്കെ പറയും, പക്ഷേ
ആരുടെയെങ്കിലും പ്രീതി പിടിച്ചു അല്ല, പറ്റേണ്ട അങ്ങനെ സമയമാകുമ്പോഴേക്കും ചില ലീഗിന്റെ പുരോഗമന ആ ഉള്ളുകളികൾ പുറത്തു വരികയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. ബൈനറി ഒരിക്കലും ശരിയല്ല. കാരണം നമുക്ക് ചിലത് പുരോഗമനപരമായി തോന്നുന്നത് കൊണ്ട് അത് പുരോഗമനം എന്ന് പറയുന്നതിലൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല. ഒരു മനുഷ്യന്റെ പ്രകൃതി അനുസരിച്ചുള്ള നിയമങ്ങളാണ് എല്ലാ മനുഷ്യരും അംഗീകരിക്കുക. ഇപ്പോ ഞാൻ ഈ അടുത്ത് കൗതുകരമായ ഒരു കാര്യം കൂടി പങ്കുവെക്കാം, ഒരുപാട് പേര് കേൾക്കുന്നതാണല്ലോ. ഈ അടുത്ത് ഒരാൾ പറയുന്നത് കേട്ടു, മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതില്ല, കാരണം എല്ലാവരും തുല്യരാണ്, അവർ പരസ്പരം അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷന് വേണ്ടി, സെക്ഷൽ പ്ലഷറിന് വേണ്ടി ഇണചേർന്നു എന്നതുകൊണ്ട് വാട്ട് ഈസ് ടു ബി റെസ്പെക്ടഡ്. മുതിർന്നവർ ബഹുമാനിക്കേണ്ടതില്ല. 10 വർഷം മുമ്പ് ജനിച്ചു എന്നതുകൊണ്ട് എന്താണ് വ്യത്യാസം? എല്ലാവരും തുല്യരാണ്. ഇങ്ങനെ ഇക്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിച്ചു പോകാം. പക്ഷെ നമ്മൾ അവിടെ ചില പ്രയോറിറ്റീസ് കൊടുക്കും. പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ആൾക്ക് കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കണം, മുതിർന്നവരാണെങ്കിൽ ബഹുമാനിക്കണം, മാതാപിതാക്കളാണെങ്കിൽ ആദരിക്കണം എന്നതുപോലെയുള്ള ചില പരിഗണനകൾ കൊടുത്തുകൊണ്ടാണ് ഈ തുല്യതയൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നത്. എന്നതുപോലെ സ്ത്രീ ആയതുകൊണ്ട്, പുരുഷനായതുകൊണ്ട് ശാരീരികമായി, ജൈവികമായി, സൈക്കോളജിക്കലി ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അതനുസരിച്ചാണ് ഓരോരുത്തർക്കും നിയമം ഉണ്ടാവും. മെറ്റേണിറ്റി ലീവിന്റെ അത്ര ലീവ് പെറ്റേണിറ്റി ഉണ്ടാവില്ല. അതൊരിക്കലും തുല്യതയ്ക്ക് എതിരല്ല. ഇപ്പോ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഒരുപാട് കാലം സ്ത്രീകൾ ഒരുപാട് പ്രയാസപ്പെട്ടു. നമുക്കറിയാം, നമ്മുടെ ജീവിതാനുഭവമാണ്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും സ്ത്രീകൾ അനുഭവിച്ച പ്രയാസങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പല രീതിയിൽ അവരുടെ രീതിശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഓക്കെ, പറഞ്ഞോളൂ, കേൾക്കാം. പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാല്, അങ്ങനെ അമിതമായി സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ പുരുഷന്മാരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുകയും ഫെമിനിസത്തിന് പകരമായി മെനിനിസം എന്നൊരു വാദം കൂടെ അതിഭീകരമായി യുവാക്കൾക്കിടയിൽ വളർന്നു വരികയാണ്. നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. അതാണ് ഈ ബാലൻസ് നഷ്ടപ്പെടുമ്പോഴുള്ള പ്രശ്നം. ഇപ്പൊ നമ്മുടെ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, ആർക്കാണ് വിദ്യാഭ്യാസത്തിന് അവസരം നിഷേധിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും പെൺകുട്ടികൾക്കാണെന്ന് പറയും. പക്ഷെ നമ്മൾ കേരളത്തിൽ PG ക്യാമ്പസുകളിൽ പോയി നോക്കിയാൽ 20 സീറ്റ് ഉണ്ടെങ്കിൽ 19 സീറ്റ് അല്ലെങ്കിൽ 20 സീറ്റും പെൺകുട്ടികളാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. കാരണം പല കാരണമാണ്. ഇപ്പൊ ആൺകുട്ടികൾക്ക് അവരുടെ പെട്ടെന്ന് ഏർണിങ്സ് വേണം, ഫിനാൻഷ്യൽ ബർഡൻ ഉള്ളത് കൊണ്ട് അവർക്ക് ഒരുപാട് പഠിക്കാൻ പറ്റാ, അത്തരം സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ സത്യത്തിൽ വിദ്യാഭ്യാസത്തിന് അവസരം നിഷേധിക്കപ്പെടുന്നത് ആൺകുട്ടികൾക്കാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരുപാട് കാലം അനുഭവിച്ച ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ പ്രശ്നം അവിടെ ഇല്ലാതായിട്ടുണ്ടാകും. നമ്മൾ ആ പരിഹാരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ എപ്പോഴും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു, പുരുഷന്മാരുടേതിന്, ആൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവസരം നിഷേധിക്കപ്പെടുന്നതിനെ പരിഗണിക്കാതിരുന്നാൽ അടുത്ത തലമുറ സഫർ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്താ പറയാ, ചില മൂല്യങ്ങളെ ആളുകൾ പുരോഗമനം എന്ന് പറയുമ്പോൾ, ഞാൻ പലപ്പോഴും ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്ന് പുരോഗമനം പ്രസംഗിക്കുന്നവരോടൊക്കെ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർ വളരെ പഴഞ്ചൻ പറയുന്ന ആളുകളാണ്. ഇത് പറഞ്ഞാൽ എതിരഭിപ്രായമുള്ളത്, ഇത് ഈ മുസ്ലിം മതപണ്ഡിതന്മാർ മുൻപും പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ഈ സ്ത്രീ പുരുഷ തുല്യതയെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീയെ അവിടെ പരിഗണിക്കാറില്ലല്ലോ മതപണ്ഡിതർ. അവർ പറയുന്ന വാചകമാണ് ഇപ്പോൾ PMA സലാമും പറയുന്നത്.